ഹായ് ഓൾ അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടോ. കുറച്ച് ദിവസങ്ങളായല്ലോ നമ്മൾ വീഡിയോസ് ഇട്ടിട്ട്. നാട്ടിലെത്തിയിട്ട് നല്ല ബിസി ആയിരുന്നു കേട്ടോ. എയർപോർട്ടിൽ കയറി നമ്മുടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. നമുക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമേ ഉണ്ടാവാറില്ല. ഇത്തവണ തോമാച്ചൻ കുറച്ച് കുപ്പി എടുക്കാൻ നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് എടുത്തിട്ട് പോകാമെന്ന് കരുതി. കണ്ടപ്പോൾ നല്ല അടിപൊളി ഐറ്റംസ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതേപ്പറ്റി ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവനോട് തന്നെ വിളിച്ചു ചോദിച്ചതാ. നമ്മളതെല്ലാം എടുത്തതാ നേരെ ഫ്ലൈറ്റിൽ കയറിയിട്ടോ. പിന്നെ ഫ്ലൈറ്റിൽ അടങ്ങിയിരിക്കാൻ വേണ്ടി വാവയ്ക്കൊരു ടോയും വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇച്ചി കൂടെ ഉള്ളതുകൊണ്ട് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ട് യാത്ര ചെയ്തു എന്ന് പറയാം. ഒന്നും അറിയേണ്ടി വന്നില്ലല്ലോ, എല്ലാം ആൾ നോക്കിക്കോളും. ഫ്ലൈറ്റ് എടുക്കാറാകുമ്പോഴാട്ടോ ചെറിയൊരു വിഷമവും കാര്യങ്ങളൊക്കെ തോന്നുക. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. നമ്മൾ തിരിച്ചെന്തായാലും വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഇച്ചി കൂടുള്ളത് കൊണ്ട് അത്ര വലിയ വിഷമമോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു, കാരണം വീട്ടിൽ ചെന്നവരെല്ലാം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലൈറ്റിൽ നമ്മളിതാ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പമുണ്ടായില്ല. എനിക്കൊരു സാൻഡ്വിച്ച് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം എന്താ പറയുക, കുഴപ്പമില്ലാതെ കഴിച്ചു എന്ന് പറയാം. പിന്നെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരുന്നു. വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. എന്തായാലും ഞാനത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടോ. ഒരു വർഷത്തിന് ശേഷം ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഇത്ര എക്സൈറ്റ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. കാരണം കുറച്ചധികം ഗ്യാപ്പ് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എല്ലാവരെയും കാണാനായിട്ട് ഭയങ്കര കൊതിയായിട്ടിരിക്കുകയായിരുന്നു എനിക്ക്, അമ്മേനെയും മമ്മീനെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്നിറങ്ങിയ തന്നെ ആ എയർപോർട്ടിലെ വണ്ടി ഉണ്ടല്ലോ, അത് ഓടിക്കലായിരുന്നു കേട്ടോ ആളുടെ പരിപാടി. അപ്പം നമ്മളിതാ ഒന്ന് വാഷ്റൂമിലൊക്കെ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ പെട്ടി കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും പപ്പയും മമ്മിയൊക്കെ പുറത്തുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഹായ് കൊടുത്തിട്ടാണ് നമ്മൾ പെട്ടി കളക്ട് ചെയ്യാൻ പോയത്. ഈ ഒരു ടൈമിലാട്ടോ ഭയങ്കര ഹാപ്പി ആയിരിക്കും നമ്മൾ. അങ്ങനെ തോന്നിയിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നമ്മുടെ എന്താ പറയുക, വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ വന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കുമല്ലോ. നമുക്ക് അവരെ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ വരുന്നത് അവർ നോക്കി നിൽക്കുമായിരിക്കുമല്ലോ. അപ്പോൾ മോനിപ്പോൾ പോയിട്ട് ഒരു വർഷത്തോളം ആയില്ലേ. അപ്പോൾ അവരൊക്കെ ഭയങ്കര എന്താ പറയുക, കൊതിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവനെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരെയും കണ്ട ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ വിട്ടുപോയിട്ടോ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് തോമാച്ചനെ എസറുവിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിരുന്ന കുപ്പികളും കാര്യങ്ങളൊക്കെ ഭദ്രമായിട്ട് അവർ ഏൽപ്പിച്ചിട്ട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ വീടെത്താറായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പള്ളിയാട്ടോ. ഒരു വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പം ഞാൻ പള്ളിയിൽ വന്നിട്ട്. അപ്പോൾ പുണ്യാളുടെ അടുത്തൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഞങ്ങൾ വന്നിട്ടല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്തിയെന്നൊന്ന് ജസ്റ്റ് വരുന്ന വഴിക്ക് ഞാനൊന്ന് മനസ്സിൽ പറഞ്ഞിട്ടാട്ടോ പോകുന്നത്. പിന്നെ വന്ന ഉടൻ തന്നെ മോൻ്റെ ടോയ്സ് ഫുള്ള് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടാട്ടോ പോവാറ്, കാരണം പൊടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന ഉടൻ തന്നെ അത് ഓരോന്നായിട്ട് ഇറക്കുന്നുണ്ട്. പിന്നെ വരുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ കയറി അമ്മേനെയും കൊണ്ടാട്ടോ ഞാനിങ്ങ് പോകുന്നത്. അമ്മയ്ക്ക് എന്നെ എയർപോർട്ടിൽ വിളിക്കാൻ വരാൻ പറ്റിയിരുന്നില്ല. എൻ്റെ കസിൻ്റെ മാരേജ് ആട്ടോ, അത് കൂടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഇപ്പം തന്നെ വന്നത്. അപ്പോൾ അമ്മ അവിടെയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ. എന്താ പറയുക, നല്ല ചീനവലയിൽ നിന്ന് കിട്ടിയ നല്ല കുഞ്ഞു ചെമ്മീനുണ്ടല്ലോ, ഇതൊന്നും നമുക്ക് അവിടെ കിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചട്ടി പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല കേട്ടോ. ചട്ടിയിലിട്ട് ചോറൊക്കെ പുരട്ടി ഞങ്ങൾ രണ്ടുപേരും വയറ് നിറച്ച് ചോറുണ്ടു. പിന്നെ നമ്മുടെ പെട്ടി പൊട്ടിച്ച് നമുക്ക് അത്യാവശ്യമായിട്ട് 2-3 ഐറ്റംസ് ഫ്രിഡ്ജിലൊക്കെ വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ.